നമസ്കാരം. ജയം ടോക്സിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക വൈകൃതങ്ങളുള്ള ഒരു വ്യക്തിയാണെന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഒരു MLA ആയ രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് ഒളിഞ്ഞും തെളിഞ്ഞും പലരും അത്തരം പരാമർശങ്ങൾ നടത്തിയെങ്കിലും മുഖ്യമന്ത്രിയുടെ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി ഇത്ര ഗുരുതരമായ ഒരു ആരോപണം, ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തെ ഒരു റേപ്പിസ്റ്റ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് കടന്നുള്ള ഒരു വലിയ കുറ്റാരോപണമാണ് അദ്ദേഹത്തിന് മേൽ നടത്തിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം ഒരു ലൈംഗിക വൈകൃതമുള്ള വ്യക്തിയാണ് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം അത് എനിക്ക് തെളിവുകളില്ലാതെ പറയാൻ പറ്റുന്നൊരു കാര്യമില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്വഭാവത്തിലെ ചില വൈകൃതങ്ങൾ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്വഭാവത്തിലെ ചില ഫ്ലോസ് അദ്ദേഹത്തിൻ്റെ പതനത്തിനിടയാക്കിയിട്ടുണ്ട്. ഇത് ലോകത്തെമ്പാടും നോക്കിയാൽ വളരെ പ്രതിഭാശാലിയായ പ്രഗത്ഭരായ ആളുകൾക്ക് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ലോകത്തിലെ പ്രശസ്തമായ ദുരന്ത നാടകങ്ങളിലെ ക്ലാസിക്കുകളിൽ ദുരന്ത കഥാപാത്രങ്ങളുടെ കാര്യമെടുത്താൽ ഇത് കാണാം. സോഫോക്ലീസ് എന്ന നാടകത്തിൽ ഈഡിപ്പസിന് സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ തന്നെ സ്വഭാവത്തിലെ ഒരു വലിയ ഫ്ലോയാണ്, അല്ലെങ്കിൽ ഒരു വലിയ വീഴ്ചയാണ്. ഷേക്സ്പിയറിൻ്റെ നാടകങ്ങളെടുത്താൽ മക്ബത്ത്, കിങ് ലിയർ, ഒതല്ലോ, ഹാംലെറ്റ്, ഈ നാടകങ്ങളിലെല്ലാം ആ നാടകത്തിൻ്റെ പ്രധാന കഥാപാത്രം ഹീറോ അവർ ദുരന്ത കഥാപാത്രമായി മാറുന്നത്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം സംഭവിക്കുന്നത് അവരുടെ തന്നെ ക്യാരക്ടറിലെ ഒരു ഫ്ലോ കൊണ്ടാണ്. മറ്റു പലരെയും സംബന്ധിച്ച് ഇതുപോലെയുള്ള ലൈംഗികമായ അവരുടെ ദൗർബല്യങ്ങൾ അവരെ വലിയ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട്. വലിയ പ്രതിഭാശാലികൾ, വലിയ പ്രഗത്ഭരായ ആൾക്കാരൊക്കെ ഈ ജീവിതത്തിൽ തകർന്നത് ചുറ്റും നിൽക്കുന്നവരോ അല്ലെങ്കിൽ സാഹചര്യങ്ങളെക്കാൾ അപ്പുറത്തേക്ക് അവരുടെ തന്നെ ക്യാരക്ടറിലുണ്ടാകുന്ന ചില പുഴുക്കുത്തുകൾ, ചില വീഴ്ചകൾ അവരുടെ പതനത്തിന് വഴിയൊരുക്കുന്നു എന്നുള്ളതാണ്. MD വാസുദേവൻ നായരുടെ പല നോവലുകളിലും കഥകളിലും ഈ നായകന്മാരുടെ ഇത്തരത്തിലുള്ള ചില സ്വഭാവവിശേഷങ്ങൾ, ചില സ്വാർത്ഥതകൾ അവരുടെ ദുരന്തത്തിന് കാരണമാകുന്നതായിട്ട് നമുക്ക് കാണാം. കാലം എന്ന നോവലിലെ സേതു എന്ന കഥാപാത്രത്തെക്കുറിച്ച് ആ നോവലിലെ നായിക സുമിത്ര പറയുന്നുണ്ട്, സേതുവിന് ഒരാളോട് ഇഷ്ടമുള്ളൂ, സേതുവിനോട് മാത്രം. കാരണം സേതു വളരെ സ്വാർത്ഥനായിരുന്നു സ്നേഹത്തിലും. സേതുവിൻ്റെ ജീവിതത്തിലെ സേതുവിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം സേതു പ്രവർത്തിച്ചപ്പോൾ ചുറ്റും നിൽക്കുന്നവരൊക്കെ സേതു അറിഞ്ഞോ അറിയാതെ വഞ്ചിക്കുകയായിരുന്നു എന്നുള്ളതാണ്. MDയുടെ തന്നെ മഞ്ഞ എന്ന നോവലിലെ നായക കഥാപാത്രമായ സുധീർ കുമാർ മിശ്രയും ഇതുപോലെ തന്നെ സ്വാർത്ഥനായ, അല്ലെങ്കിൽ സുധീർ കുമാർ മിശ്രയുടെ സ്വാർത്ഥതയ്ക്ക് ബലിയർപ്പിക്കപ്പെട്ട ഒരാളാണ് അതിലെ നായിക വിമല എന്ന് പറയാം. ഇതിലെല്ലാം ഉപരി അദ്ദേഹത്തിൻ്റെ 1984 പുറത്തിറങ്ങിയ ഒരു സിനിമയുണ്ട്, ഉയരങ്ങളിൽ നിന്ന് സിനിമ. ആ സിനിമ കണ്ടിട്ടുള്ളവരത് ഓർക്കും. ആ സിനിമയിലെ അതൊരു ത്രില്ലർ എന്നുള്ള നിലയിലാണ് സിനിമ ഇറങ്ങിയെങ്കിലും അതിലെ കഥാപാത്രം, ആ നായക കഥാപാത്രം ശരിക്കും പറഞ്ഞാൽ ഇതിനെല്ലാം ഉദാഹരണമാക്കി വയ്ക്കാവുന്ന ഒന്നാണ്. സ്വന്തം സ്വാർത്ഥത, പണത്തോടെ, സെക്സിനോടൊക്കെയുള്ള ആഗ്രഹം കൊണ്ട്, അമിതമായ ആഗ്രഹം കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ എങ്ങനെ വഴിതെറ്റിപ്പോകുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ആ നോവൽ. അവിടെ വളരെ മനോഹരമായിട്ട്, വളരെ മനഃശാസ്ത്രപരമായ സമീപനത്തോടെ ആ കഥാപാത്രത്തെ MD അതിനകത്ത് വരച്ചിട്ടിട്ടുണ്ട്. ആ കഥാപാത്രം എങ്ങനെ ആ കഥാപാത്രത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി ഓരോരുത്തരും ഉപയോഗിക്കുന്നു എന്നുള്ളതും, എങ്ങനെ സ്ത്രീകളെ, അതായത് സുന്ദരനായ സമ്പന്നനായ ആരെയും എപ്പോഴും വാചാലത കൊണ്ട് വീഴ്ത്താൻ കഴിയുന്ന ഒരു നായക കഥാപാത്രം, ആ ഹീറോ പല ആളുകളുടെയും ജീവിതത്തിലേക്ക് കടന്നു ചെന്ന്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് ആ ആളുടെ വാചാലതയിലും സൗന്ദര്യത്തിലും അവരെ വീഴ്ത്തി അവരെ ആവശ്യം കഴിഞ്ഞിട്ട് ഉപേക്ഷിക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ ഉയരങ്ങൾ എന്ന സിനിമയിലെ മോഹൻലാലിൻ്റെ കഥാപാത്രം. അപ്പോൾ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ എന്താണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സംഭവിച്ചത് എന്നുള്ളതിൻ്റെ കൃത്യമായ ചിത്രം വരച്ചിടുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തി അദ്ദേഹത്തിന് ലഭിച്ച പ്രതിഭ, കഴിവ് മറ്റു പലർക്കും കിട്ടുന്നതിനപ്പുറത്തേക്ക് ദൈവം ചൊരിഞ്ഞു കൊടുത്ത ഇത്തരം കഴിവുകൾ സമൂഹത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതിന് പകരം അത്തരം കഴിവുകൾ
തൻ്റെ സ്വാർത്ഥമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. അദ്ദേഹത്തിൻ്റെ കഴിവ് കണ്ട് പാർട്ടി അദ്ദേഹത്തിന് പദവികൾ കൊടുത്തു. അദ്ദേഹത്തിൻ്റെ കഴിവ് കണ്ട് പലരും ആരാധകരായി അദ്ദേഹത്തോടടുത്തു. ഇതൊക്കെ തനിക്ക് കിട്ടിയ കഴിവുകളാണെന്നും ഇത് താൻ സ്വാർത്ഥമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുതെന്നുള്ള തിരിച്ചറിവില്ലാതെ പോയതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താ ചെയ്തത്? തൻ്റെ അടുത്തേക്ക് വന്നവരെല്ലാം തനിക്ക് അവകാശപ്പെട്ടവരാണെന്നും അത് തനിക്ക് ഈ ഉയരങ്ങൾ എന്ന നോവൽ തന്നെ പറയുന്നുണ്ട്. അതിൽ നായക കഥാപാത്രം പറയുന്നുണ്ട്, എൻ്റെ മുന്നിൽ വ്യാപാരത്തിനായി വന്ന് നിൽക്കുന്നവരെ ഞാൻ ഉപയോഗിച്ചു, അതിലെന്താണ് തെറ്റെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സമീപനം, എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നവരെ ഞാൻ ഉപയോഗിക്കുന്നു, അവരെന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് വന്നതുകൊണ്ടാണ് ഞാൻ ഉപയോഗിച്ചതെന്ന ന്യായീകരണം പറഞ്ഞുകൊണ്ട് ഇതിനെ എങ്ങനെ ഒരു പൊതുപ്രവർത്തനം ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അതിനപ്പുറത്തേക്ക് കടന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ലൈംഗിക വൈകൃതമുള്ള വ്യക്തിയെന്നോ രതി വൈകൃതമുള്ള വ്യക്തിയെന്നോ ഒന്നും ഈ ഘട്ടത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പ്രഗത്ഭനായ സമർത്ഥനായ സുന്ദരനായ യുവാവിൻ്റെ പതനം കേരള സമൂഹത്തിന് മുന്നിൽ എപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്, എല്ലാവർക്കും ഒരു പാഠമാണ്. ഈ കഥാപാത്രത്തിന് ദുരന്തം വെറുതെ ഒരു ദുരന്തം, വെറും ഒരു രാഷ്ട്രീയമായ ദുരന്തമെന്നോ പകപോക്കലെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ നേട്ടങ്ങൾക്ക് വേണ്ടി പലരും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു വ്യക്തി എങ്ങനെ സ്വന്തം സ്വഭാവത്തിൻ്റെ വൈകല്യം കൊണ്ട്, സ്വന്തം സ്വഭാവത്തിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആ ട്രാജിക് ഫ്ലോ കൊണ്ട് എങ്ങനെ പരാജയപ്പെടുന്നു, തകർന്നു പോകുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ ദുരന്തം എന്നുകൂടി നാം ഓർക്കുന്നത് നല്ലതാണ്.